കസ്റ്റഡി ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയുമായുള്ള തെളിവെടുപ്പ് പൂർത്തിയായി. പ്രതി ആയുധം വാങ്ങിയ എലവഞ്ചേരിയിലെ കടയിലാണ് തെളിവെടുപ്പ് നടന്നത്. കൊലപാതകത്തിൽ കുറ്റബോധമില്ലെന്ന് ആവർത്തിക്കുകയായിരുന്നു ചെന്താമര. കസ്റ്റഡി കാലാവധി തീർന്നതോടെ പ്രതിയെ വിയൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റി. എലവഞ്ചേരി അഗ്രോ എക്യുപ്സ് എന്ന കടയിൽ നിന്നാണ് കൊല നടത്താനുള്ള ആയുധം ചെന്താമര വാങ്ങിയത്. താൻ ആവശ്യപ്പെട്ട തരത്തിൽ ആയുധം നിർമ്മിച്ചെന്നും പണം നൽകിയെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇയാൾ ഉദ്യോഗസ്ഥരോട് വിശദീകരിച്ചു. എന്നാൽ കടയുടമയ്ക്ക് ഇതിൽ യാതൊരു പങ്കുമില്ലെന്നും ചെന്താമര പോലീസിനോട് പറഞ്ഞു. ചെന്താമരയെ കണ്ടിട്ടില്ലെന്നും ആയുധം തന്റെ കടയിൽ നിന്നല്ല വാങ്ങിയതെന്നും ആഗ്രോ എക്യുപ്സിന്റെ ഉടമ ചെന്താമരാക്ഷൻ പറഞ്ഞു. എന്നാൽ കടയുടമയുടെ വാദം ഡിവൈഎസ്പി തള്ളി. വെട്ടുകത്തിയുടെ ബാക്കിൽ ഒരു നമ്പർ ഉണ്ട്, അവരുടെ കമ്പനിയുടെ. അത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. അതിനകത്തേക്ക് കടന്ന ആ ലേത്ത് മെഷീൻ എവിടെ വെച്ചിരിക്കണമെന്ന് ഇയാൾ കാണിച്ചിട്ടുണ്ട്. ഇയാൾ ഒരു പോകാത്ത ഒരാൾക്ക് ലേത്ത് മെഷീൻ എവിടെയാണ്, അതിലെങ്ങനെയാണ് ഹോൾ ഇട്ടെന്നൊന്നും അറിയില്ലല്ലോ. അതിനിടെ തനിക്ക് കുറ്റബോധമില്ലെന്നും തന്റെ കുടുംബം ഇല്ലാതാക്കിയത് അറിയാമോ എന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ചെന്താമര മറുപടി പറഞ്ഞു. കുറ്റബോധമല്ല, എന്റെ കുടുംബത്തിന് നശിപ്പിച്ചു, അതറിയില്ല നിങ്ങള്. 2010 വീട് വെച്ചിട്ട് ആ വീട്ടിൽ കയറി ഇരിക്കാൻ പറ്റിയിട്ടില്ല. മകള് എഞ്ചിനീയറാണ്, അവളെ പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല. പ്രതിയുടെ കസ്റ്റഡി കാലാവധി അവസാനിച്ചു. ഈ മാസം 12 വരെ ചെന്താമര റിമാൻഡിൽ തുടരും. മീഡിയ 1 പാലക്കാട്.